MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. എക്സൽ വർക്ക്ഷീറ്റിലെ കോളത്തിൽ നമുക്കാവശ്യമായ രീതിയിൽ ഇമോജി എങ്ങനെ ഇൻസർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വ്യത്യസ്ത കളറിലും ബാക്ക്ഗ്രൗണ്ടിലും നമുക്കാവശ്യമായ ഇമോജികൾ ഒരു കോളത്തിൽ എങ്ങനെ ഇൻസർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ കാണുന്ന കോളങ്ങളിൽ ജെൻഡർ മെൻഷൻ ചെയ്യുന്നതിന് പകരം പിക്ചർ ഇൻസർട്ട് ചെയ്യുന്നതിന് ഇമോജി ഉപയോഗിച്ച് മെൻ ആൻഡ് ജെൻസ് ഇമോജി ഉപയോഗിക്കാവുന്നതാണ്. ഈ കോളത്തിൽ കഴ്സർ വെച്ച് കീബോർഡിലെ വിൻഡോസ് കീയും സെമിക്കോളൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആവുന്നതാണ്. ശേഷം നമുക്കാവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്നും ഈ കോളത്തിൽ ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്കാവശ്യമുള്ള ഏത് ഇമോജിയും ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നും ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ സെൻറ്ററൈസ് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഈ കളർ കൊടുക്കാം. ഇനി മറ്റൊരു റെഡ് കളറിൽ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ വലുപ്പവും കൂട്ടാവുന്നതാണ്. ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ വലുപ്പവും കൂട്ടാവുന്നതാണ്. ഇതുപോലെ അടുത്ത കോളത്തിലൊരു ഇമേജ് ഇവിടെ കഴ്സർ വെച്ചതിന് ശേഷം വിൻഡോസ് കീ ആൻഡ് സെമിക്കോളൻ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ആവശ്യമുള്ള ഇമേജ് നമുക്ക് ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഇമേജ് കൊടുക്കാം. ശേഷം കോളത്തിൽ കഴ്സർ വയ്ക്കുക. സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ചെയ്യാം. സെൻറ്റർ ഓർ ലെഫ്റ്റോ റൈറ്റോ പൊസിഷൻ മാറ്റാവുന്നതാണ്. സെൻറ്റർ ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ കളർ കൊടുക്കാം. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ, അതേത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വലിപ്പം കൂട്ടാവുന്നതാണ്. ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. ഇനി ഇത് തന്നെ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓരോ കോളത്തിനനുസരിച്ചും അത് വലിപ്പം കൂടുന്നതായി കാണാം. ഇവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളർ മറ്റൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ മറ്റൊരു കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഇത് മറ്റൊരു കളറിലേക്കായി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ കളേഴ്സും ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ വിൻഡോസ് 10 ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. വിൻഡോസ് 10 അപ്ഗ്രേഡ് ചെയ്ത് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. എക്സൽ ഷീറ്റിൽ ഇമോജി എങ്ങനെ ഇൻസർട്ട് ചെയ്യാൻ മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.